ഹലോ, ഈ വർഷത്തെ NMMS പരീക്ഷയുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം ഒന്ന് വാട്സാപ്പിലൂടെ ഒക്കെ കഴിഞ്ഞ 1-2 ദിവസം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ വരെ അത് ചർച്ചയായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വസ്തുത എന്താണ്, അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, ഇനി ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർഷങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സ് തമ്മിൽ കട്ട് ഓഫിൽ വലിയ കൺസിഡറബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം മലപ്പുറത്തെ കട്ട് ഓഫ് വരുന്നത് 141 ആണ്. എന്നാൽ പ്രോബ്ലി കോട്ടയത്ത് വരുന്നത് ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് വരുന്നത് 112 ആണ്. ഓക്കെ, പത്തനംതിട്ട 125 ആണ്, വയനാട് 116 ആണ്. അപ്പോൾ മലപ്പുറത്ത് കട്ട് ഓഫ് കൂടുതലാണ്, കോഴിക്കോട് 138 ആണ്. മലപ്പുറത്തും കോഴിക്കോടും കട്ട് ഓഫ് കൂടുതലാണ്, മറ്റു സ്ഥലങ്ങളിൽ കട്ട് ഓഫ് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു വിവേചനം ആക്ച്വലി മലപ്പുറത്തിനോടും കോഴിക്കോടിനോടൊക്കെ നടന്നിട്ടുണ്ടോ? ഫസ്റ്റ് ലെവലിൽ ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള എക്സാമിൻസിന്റെ റൂൾസ് അനുസരിച്ച് എന്തില്ല, പ്രത്യേകിച്ച് വിവേചനമൊന്നുമില്ല. കാരണം ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്കോളർഷിപ്സ് മലപ്പുറത്തിന് കൊടുക്കുന്നതും കോഴിക്കോടിന് കൊടുക്കുന്നതും വയനാടിന് കൊടുക്കുന്നതും ഇടുക്കിക്കും തിരുവനന്തപുരത്തിനൊക്കെ കൊടുക്കുന്നത് ഡിഫറൻ്റ് ആണ്. പക്ഷെ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ എൻഡിൽ പറയാം. അപ്പോൾ ഇതിൽ 2/3 ഓഫ് ദ നമ്പർ ഓഫ് സ്കോളർഷിപ്പ് 7th 8th ക്ലാസ്സിലെ അഡ്മിഷൻസിന്റെ നമ്പർ ഓരോ ജില്ലയിലെ നമ്പറിനെ ബേസ് ചെയ്തിട്ടും 1/3 ഓഫ് ദ അഡ്മിഷൻസ് സ്കോളർഷിപ്സ് 10 മുതൽ 14 വരെ വയസ്സിലുള്ള സ്റ്റുഡൻസ് സർക്കാർ എയ്ഡഡ് സ്കൂളിൽ എത്ര അഡ്മിഷൻസ്, എത്ര കുട്ടികൾ ഓരോ ജില്ലയിലും പഠിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ആക്ച്വലി 667 സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്. എന്നാൽ കോട്ടയത്ത് ഫോർ എക്സാമ്പിൾ 144 സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ 667 സ്കോളർഷിപ്സ് കൊടുക്കുന്ന മലപ്പുറത്തെ കട്ട് ഓഫ് 140ഉം വെറും 144 സ്കോളർഷിപ്സ് കൊടുക്കുന്ന കോട്ടയത്തെ കട്ട് ഓഫ് എന്നുള്ളത് അത് 112 ആണ് എന്നുള്ളതാണ്. അപ്പോൾ വയനാട് എടുക്കുകയാണെങ്കിൽ 102 സ്കോളർഷിപ്സ് ആണ് ആകെ നൽകുന്നത്. അവിടുത്തെ കട്ട് ഓഫ് എന്നുള്ളത് 116 ആണ്. അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാർ സ്വാഭാവികമായിട്ടും ഇവിടെ ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു പ്രാതിനിധ്യം വേണം എന്നുള്ളതിന്റെ ബേസിലാണ് ഡിസ്ട്രിക്റ്റിലുള്ള സ്കൂൾസിലെ അൾട്ടിമേറ്റ്ലി കുട്ടികളുടെ കൗണ്ടിന്റെ ആനുപാതികമായിട്ട് സ്കോളർഷിപ്സ് കൊടുക്കുന്നത്. അതിനൊരു ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ചൊക്കെ ഒരു ലോജിക്ക് ഉണ്ട്. തീരെ നമുക്ക് ലോജിക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അതിൽ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ വയനാട് പോലത്തെ ഒരു ജില്ല എടുക്കുക. വയനാട് പോലത്തെ ഒരു ജില്ലയിൽ സ്വാഭാവികമായിട്ടും ട്രൈബൽ ഏരിയാസും മറ്റൊക്കെ കൂടുതലാണ്. കുറച്ചുകൂടി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം സ്ഥലങ്ങളിലുള്ളത്. NMMS എന്നുള്ളത് നാഷണൽ മെറിറ്റ്സ് കം മീൻസ് സ്കോളർഷിപ്പ് ആണ്. അപ്പോൾ ഇവിടെ മെറിറ്റ് മാത്രമല്ല മീൻസ് എന്നുള്ളത്, അതായത് സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ എനിക്ക് തോന്നുന്നത് 1.5 ലക്ഷമായിരുന്നു മുമ്പ്, ഇപ്പം മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. 1.5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾക്കാണ് ബേസിക്കലി NMMS സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പം അതിന് സ്വാഭാവികമായിട്ടും കൂടുതൽ അർഹരായവർ എസ്പെഷ്യലി തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ട്രൈബൽ ഏരിയകളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് റെപ്രസെൻറ്റേഷൻ വേണ്ടതില്ലേ? അവർക്ക് ഡെഫിനറ്റ്ലി SC ST റെപ്രസെൻറ്റേഷൻ ഉണ്ട്. എന്നാലും ഡിസ്ട്രിക്ട് വൈസ് റെപ്രസെൻറ്റേഷനും അവിടെ ചെറിയൊരു ലോജിക്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയധികം സ്കോളർഷിപ്സ് മലപ്പുറത്ത് കൊടുത്തിട്ടും അല്ലെങ്കിൽ കോഴിക്കോട് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇത്ര ഹയർ കട്ട് ഓഫ് വരാനുള്ള കാരണം എന്നുള്ളത് നന്നായിട്ട് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള മേജർ റീസൺ എന്നുള്ളത് ഒന്നാമതായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് അതേപോലെ കോഴിക്കോട് ജില്ലയിലൊക്കെ NMMSന്റെ കോച്ചിങ് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി അത്രത്തോളം വ്യാപകമായിട്ട് മറ്റ് ജില്ലകളിൽ സദേൺ ഡിസ്ട്രിക്ട്സിൽ നടക്കുന്നില്ല. എന്തായിരിക്കും ഈ സദേൺ ഡിസ്ട്രിക്റ്റിൽ നടക്കാതിരിക്കാനുള്ള മറ്റൊരു റീസൺ എന്നുള്ളത്, കേരളത്തിലെ മിടുക്കരായ കുട്ടികളിൽ അത്യാവശ്യം ഇന്റലക്ച്വലി ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കുട്ടികളിൽ സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ പഠിക്കുന്നത്, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ പഠിക്കുന്നത് ഇത്തരം നോർത്തേൺ ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികളാണ്. നമ്മൾ സദേൺ ഡിസ്ട്രിക്റ്റിലോട്ട് പോകും തോറും ഇതൊരു അനക്ഡോട്ടൽ എവിഡൻസ് ആണ്, ഇതൊരു ഡാറ്റ ഒന്നുമില്ല, പക്ഷെ നമുക്കിത് വളരെ വിസിബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു എറണാകുളത്തോ തൃശ്ശൂരോ അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ പോകുമ്പോൾ മിടുക്കരായിട്ടുള്ള കുട്ടികൾ കൂടുതലും പഠിക്കുന്നത് എവിടെയാണ്? അത് CBSE സ്കൂൾസിലോ പ്രൈവറ്റ് സ്കൂൾസിലോ ആണ് എന്നുള്ളതാണ്. നമ്മൾ എൻട്രൻസ് റിസൾട്ട്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എൻട്രൻസ് റിസൾട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു സദേൺ ഡിസ്ട്രിക്റ്റിലെ കുട്ടികളാണ് ആക്ച്വലി മുമ്പിലുള്ളത്. അതിനുള്ള ഒരു റീസൺ എന്താണ്? ഇവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ഒരു പ്രൈവറ്റ് സ്ട്രീമിൽ പഠിക്കുന്നവരാണ്. എന്നാൽ ഒരു ഗവൺമെന്റ് സ്ട്രീമിൽ എയ്ഡഡ് സ്ട്രീമിലൊക്കെ വലിയൊരു കുതിച്ചുചാട്ടം നല്ല കുട്ടികളുടെ എണ്ണത്തിൽ നമുക്ക് മലബാർ ഡിസ്ട്രിക്ട്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻ എ വേ ഇറ്റ്സ് എ ഗുഡ് തിങ്. അതായത് നമ്മുടെ ഒരു നോർത്തേൺ കേരളയിൽ അത്രത്തോളം വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും സദേൺ കേരളയിലെ സ്കൂൾസിന് എയ്ഡഡ് സ്കൂൾസിനും ഗവൺമെന്റ് സ്കൂൾസിനും മാതൃകയാക്കാവുന്നതുമായിട്ടുള്ള
ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ കൂടെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ നിർബന്ധമായിട്ടും റേസ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെ ഞാൻ ഒരിക്കലും ഒരു വർഗീയമായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ മലപ്പുറത്തിനോടോ കോഴിക്കോടിനോടുള്ള ഒരു അവഗണനയായിട്ടൊന്നും കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആ ലൈനിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു 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 അജണ്ടയായിട്ട് ഒരു പ്രൊപ്പഗണ്ടയായിട്ട് സെറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മൾ ജെന്യൂനായിട്ട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം ഒന്ന്, എന്താ പറയുക, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് സെറ്റ് ചെയ്ത റൂളാണ്. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് റൂൾസിലൂടെ പോയി നോക്കിയപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഒരു ആനുപാതികമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് വിതരണം വേണം എന്നുള്ളത് NMMSന് വേണ്ടിയിട്ടുള്ളത് സെൻട്രൽ സ്കോളർഷിപ്പ് ആണല്ലോ. സെൻട്രൽ ഗവൺമെൻറ് നിയമങ്ങളിലൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ കേരളത്തിന് മാത്രം സെറ്റ് ചെയ്ത റൂളാണോ എന്നുള്ളത്, ഈ റൂൾ എത്രത്തോളം ജുഡീഷ്യസ് ആണ് എന്നുള്ളതും. കാരണം ഇവിടെ മെറിറ്റ് എന്നുള്ളതും കൂടി ഇവിടെ പ്രധാനമാണല്ലോ. അപ്പോൾ അതായത് 140 മാർക്ക് നേടിയ ഒരു കുട്ടിയുടെ എഫേർട്ട് അല്ല ഡെഫിനറ്റ്ലി 112 മാർക്ക് നേടിയ ഒരു കുട്ടി ഇടുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഡെമോക്രറ്റൈസേഷൻ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. NMMSന് ഒരുപാട് റിസോഴ്സസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനിലായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഒരു 140 112 എന്നൊക്കെ പറയുന്ന അത്ര വലിയൊരു ഡിഫറൻസ് കട്ട് ഓഫിൽ വരുന്നത് നീതീകരിക്കാവുന്നതാണോ? ഇവിടെ ഒരു 139 കിട്ടിയ അർഹനായിട്ടുള്ള, കാരണം മീൻസ് കൂടി ഇവിടെ പരിഗണിക്കുന്നുണ്ട്, ഒരു വരുമാന പരിധിയിൽ താഴെയുള്ള കുട്ടികളാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളാവുമ്പോൾ അവരെ നമ്മൾ ഒരു വളരെയധികം നിരാശപ്പെടുത്തുന്നതല്ലേ? അപ്പോൾ ഇതിന് കുറച്ചുകൂടി ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു മാർഗം കൊണ്ടുവരേണ്ടതില്ലേ? ഞാനതിന് പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ തെറ്റാണ് കുറ്റാണോ ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങനെ പറയേണ്ടടുത്ത് ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഞാനിവിടെ ഒരു സോഫ്റ്റ് കോർണർ കാണിക്കല്ല. പക്ഷേ അതിൽ നമ്മൾ കുറച്ചുകൂടി ജുഡീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതില്ലേ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് മലബാറിൽ എസ്പെഷ്യലി 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ എപ്പോഴും വരുന്നൊരു വിഷയമാണ് ആവശ്യത്തിന് +2 സീറ്റ് ഇല്ലല്ലോ എന്നുള്ളത്. ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലയുടെ പോപ്പുലേഷൻ ആനുപാതികമായിക്കൊണ്ട് +2 സീറ്റുകൾ ഇതുപോലെ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത് സർക്കാർ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. NMMSന്റെ സ്കോളർഷിപ്പുകളുടെ എണ്ണത്തിൽ മാത്രം ഒരു ജനസംഖ്യ ആനുപാതികമായിക്കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായിക്കൊണ്ട് ബാച്ചുകൾ അനുവദിച്ചാൽ മതിയോ? അതല്ല, ഈ ഒരു വിഷയത്തിലും +2 +1 അഡ്മിഷൻ്റെ വിഷയത്തിലും ഇത് വേണ്ടേ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം NMMS കിട്ടിയ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ NMMS കിട്ടാതെ കഷ്ടപ്പെട്ടു പോയ കുറച്ച് ആൾക്കാരുണ്ടാവും. 139 118 നേവി മലബാർ ഏരിയയിൽ നിന്ന് കിട്ടാത്ത ആളുകളുണ്ടാവും. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ ഒരു സ്കോളർഷിപ്പ് എക്സാംസ് ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നീറ്റ് JEE പോലത്തെ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് എഴുതാനുണ്ട്. 9th 10th നിങ്ങൾക്ക് IOQM പോലുള്ള ഒളിമ്പ്യാഡ് എക്സാംസ് എഴുതാനുണ്ട്. NSCJS ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ്, ഇതൊക്കെ ഗവൺമെന്റിനാണ് ഞാൻ പറയുന്നത്. ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് എഴുതാനുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷകൾ ISRO യുവിക പ്രോഗ്രാം നിങ്ങൾക്ക് 9ൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിരാശരാവേണ്ട ആവശ്യമില്ല, നിങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ XNY പോലുള്ള സ്ഥാപനങ്ങൾ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാം നൽകുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുന്നുണ്ടാകും. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുള്ള NMMS കിട്ടി, പിന്നെ അവർക്ക് മത്സരിക്കാൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം 8ലും 9ലൊന്നും 10ലൊന്നും ഇല്ല. അപ്പോൾ ആ ലെവലിലുള്ള സ്റ്റുഡൻസിനെ ഒന്നുകൂടി നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് സഹായകമാവും. അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ പേര് വിവരങ്ങൾ നൽകി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ഒരു നീതി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സർക്കാർ ഒന്ന് പുനരാലോചിക്കുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഇത്തവണ നിയമങ്ങൾക്ക് വിധേയമായി തന്നെയാണ് അവർ മുമ്പേ സെറ്റ് ചെയ്ത നിയമങ്ങൾക്ക് വിധേയമായി തന്നെയാണ് കാര്യങ്ങൾ നടന്നത് എന്നാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ ലിസണിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.